ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരു ഈദ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് വീഡിയോസ് എടുത്തതാണ്. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കയ്യിലിട്ട് മൈലാഞ്ചി ചുമന്നോ നട്ടാൻ നോക്കിയത്. ഇന്നലെ രാത്രിത്തെ പണിക്ക് വേണ്ടിയിട്ട് ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വേഗം അഴിച്ചതായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം പള്ളിയിലെ തക്ബീറും കേട്ടു. അകത്ത് കയറിയപ്പോഴാണ് കേട്ടോ ഒരു തയ്ക്കണം ഉച്ച കിട്ടത്. അപ്പോൾ എന്താണെന്ന് നോക്കുമ്പോഴത്തേക്കും ഇന്ന് കുളിച്ച് മാറ്റാനുള്ള നൈറ്റീസ് തയ്ച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഷേപ്പൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിരുന്ന് ഉമ്മി ചെയ്യാണ്. ഇത് നമുക്ക് വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ബാഗ് പാക്ക് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അതിങ്ങനെ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം എടുക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. എടുത്തിട്ട് ഞാൻ ഇടാവേ. അപ്പോൾ ഉമ്മിയുടെ ഉണ്ടായിരുന്നു, ആൻറ്റിയുടെ ഉണ്ടായിരുന്നു കേട്ടോ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉമ്മി അതൊന്നും ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ. ഒരുപാടൊന്നും ഇല്ല കേട്ടോ, നമ്മുടെ വീഡിയോ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉള്ളതുപോലെയൊക്കെ ഞാൻ ക്ലിപ്പിങ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഓരോരുത്തരായിട്ട് കുളിച്ചിട്ട് പള്ളിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ ഇത് നേരത്തെ ഇറങ്ങി. അപ്പോൾ നമുക്കിന്ന് പള്ളിയിൽ നിസ്കാരം വന്നിട്ട് 8:30ക്കാണ് കേട്ടോ പെരുന്നാൾ നിസ്കാരം. വാപ്പി റെഡിയായി ഇച്ചിരി നേരത്തെ തന്നെ അങ്ങോട്ട് ഇറങ്ങി കേട്ടോ. ഇനി അവനെ വിളിക്കാനായിട്ട് എൻ്റെ കൂട്ടുകാരൻ വരും. അപ്പോൾ അവരൊന്നിച്ചാണ് കേട്ടോ പള്ളിയിലോട്ട് പോണത്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നപ്പോഴത്തേക്കും സ്റ്റിച്ച് ചെയ്തതിൽ ഇച്ചിരി ഷേപ്പ് കൂടിയത് അഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം അഴിച്ച് വെച്ചിട്ട് വേണം എനിക്ക് പോയിട്ട് ഇനിയൊന്ന് കുളിച്ച് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. അതിന് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ അവൻ വന്നിട്ട് അനിയൻ്റെ കൂട്ടുകാരൻ എത്തിയിട്ടോ. പള്ളിയിലോട്ട് പോകാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ അവൻ തിരക്കുവാണ് കേട്ടോ. അവൻ എന്ത് ചെയ്യുന്നത്, അവനൊരു 8 മണിയായപ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. 8:30ക്കായിരുന്നല്ലോ നിസ്കാരം. അപ്പോൾ കാരണം അവൻ കുളിക്കാൻ കയറിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കുറച്ച് നേരം അങ്ങനെ അവനെ വെയിറ്റ് ചെയ്തിട്ട് ഇവനോട് ഇരിക്കുമായിരുന്നു കേട്ടോ. കാര്യം അവനൊന്ന് ഫ്രഷായി വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൻ്റെ കുളിയും കഴിഞ്ഞത് അവർ ചായയൊക്കെ കുടിച്ചിട്ട് പള്ളിയിലോട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ടൈമില്ല, നേരായി പോട്ടെ എന്നും പറഞ്ഞിട്ട് തിരുത്തി വെക്കായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്തൊന്നും കൊണ്ടുവന്നിട്ട് ഈത്തപ്പഴം ചായയൊക്കെ കൊടുത്തിട്ട് കഴിച്ചിട്ട് പോയാൽ മതി എന്നും പറഞ്ഞിട്ട് അങ്ങനെ 2 പേരുടെ കയ്യിലും കൊടുത്ത് അവരെ കഴിപ്പിച്ചിട്ടാണ് കേട്ടോ വിട്ടത്. അങ്ങനെ അവരും മെല്ലെ പള്ളിയിലോട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇനി വന്നോട്ടെ എനിക്കൊന്ന് പോയിട്ട് കുളിച്ചൊക്കെ ഫ്രഷ് ആവാനായിട്ട്. ആ ഗ്യാപ്പിൽ ഉമ്മി പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വന്നിട്ടോ കുളിച്ച്. ആ നേരത്തായിരുന്നു ഞാനവിടെ നെയ്റ്റിയുടെ സ്റ്റിച്ച് അയച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ കുറച്ചൊന്ന് ഷേപ്പ് ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അയച്ചു കൊടുത്തപ്പോഴത്തേക്കും ഉമ്മയുടെ എല്ലാം സെറ്റായി. പിന്നെ ഇനി ബാക്കി അടുക്കളയിലെ കാര്യങ്ങളിലോട്ട് കയറാണ് കേട്ടോ ഉമ്മ. അപ്പോൾ അത് ആ സമയത്ത് ആൻറ്റിയുടെ നെയ്റ്റി സ്റ്റിച്ച് ചെയ്യുന്നത് എടുക്കാൻ വേണ്ടിയിട്ട് പിള്ളേരെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ കുളിച്ച ബാക്കി അങ്ങോട്ട് പോകുന്നു കേട്ടോ അതെടുക്കാനായിട്ട്. അപ്പോൾ ഒരു ഈദ് മുബാറക്ക് പറയാണ് കേട്ടോ ആക്ച്വലി. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ കുളിച്ച് ഫ്രഷായിട്ടോ. പുതിയ നെയ്റ്റിയൊക്കെ ഇട്ട് ഞാൻ റെഡിയായി. ഇപ്പം നെയ്റ്റിയാണ് കേട്ടോ വരുന്നത്. ഈ ഒരു ടൈമിൽ അതാണല്ലോ ഏറ്റവും നല്ലത്. അപ്പോൾ അതാണ് നെയ്റ്റിയൊക്കെ ഇട്ട് ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നാണ് എനിക്കൊരു തീരെ വയ്യ കേട്ടോ. ഭയങ്കര ക്ഷീണവും വയറുവേദനയും അങ്ങനെയൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പള്ളിയിൽ പോയവരൊക്കെ വന്നു കഴിഞ്ഞിട്ട് നാസ്തയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ഉമ്മി കിച്ചണിലോട്ട് കയറിയിട്ടോ ഉച്ചക്കാലത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട്. ഇത്രയും എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി ഫുഡ് കഴിക്കണതോ ഫുഡ് ആവണതോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വയ്യാതെ മാറി കിടക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഉച്ചക്കത്തേക്ക് നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ട്. അപ്പോൾ ചിക്കനെല്ലാം പൊരിച്ച് കോരി വെച്ചിട്ടുണ്ട്. ചോറിനുള്ള വെള്ളമൊക്കെ സെറ്റാക്കി കുക്കറിൽ വെച്ചേക്കാണ് കേട്ടോ. ഓരോ പണിയായിട്ടും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് വയ്യാത്ത ഞാൻ പിന്നെ അങ്ങോട്ട് പോകാൻ നിന്നില്ല കേട്ടോ. എല്ലാം കഴിഞ്ഞ് ഞാനൊരു ഈവനിങ്ങൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഒന്ന് ഉഷാറായത്. എനിക്ക് അതുവരെയും ഭയങ്കര ക്ഷീണവും വയ്യായികയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് രാത്രി ആയപ്പോൾ ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ഇറങ്ങി. അപ്പോൾ രാവിലെയൊക്കെ എനിക്ക് വയ്യാത്തതുകൊണ്ട് നമ്മളവിടേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്കും ഒന്ന് ജസ്റ്റ് പുറത്തൊന്ന് പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ജസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്തൊരു വാക്വേ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയാണ് കേട്ടോ. അപ്പോൾ ബൈക്കിലാണ് പോയത്. അങ്ങനെ അവിടെ എത്തി അവിടെ ജിമ്മിൻ്റെ സാധനങ്ങളും എക്സസൈസിൻ്റെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ വന്ന് അങ്ങനെ ഇരിക്കുമായിരുന്നു. കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. അതിന് അവരവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ നടന്നിട്ട്. ഇവിടെയാണ് തീരെ വെട്ടിയില്ല കേട്ടോ. ഈ കാണുന്ന സ്ട്രീറ്റ് ലൈറ്റൊന്നും നോക്കണ്ട, ഒന്നിനും വെട്ടിയില്ല. നമുക്ക് വീഡിയോസൊന്നും ക്ലിയറായിട്ട് കിട്ടണേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഈ ഷോപ്പിൽ നിന്നായിരുന്നു കേട്ടോ നമ്മൾ ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ കോഫി ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കോഫിയൊക്കെ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. ആ ഒരു ഷോപ്പ് മാത്രമേ എന്നവിടെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം നല്ല തിരക്കായിരുന്നു കേട്ടോ രാത്രി.
അങ്ങനെ നമുക്കൊരു സീറ്റാക്കിയിട്ട് എല്ലാവരും അവിടെ ഇരിക്കുമായിരുന്നു. ആ ടൈമിൽ നമ്മുടെ കൊഫിയും വന്ന് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മളത് ഇങ്ങനെ കുറച്ച് നേരം നടന്നിട്ടോ. നടക്കാനൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ്. എക്സസൈസ് ചെയ്യാനും നടക്കാനൊക്കെ വെറുതെ അടിപൊളിയാണ്. അങ്ങനെ നടന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഉമ്മയും വാപ്പയും അങ്ങ് പോയിട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതേ ഇവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ വന്നിട്ട് ഒരു സർബത്ത് കുടിക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ കയറിയാണ് കേട്ടോ. സമയം ഒരു 12:30 1 മണിയായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ സർബത്തും കുടിച്ച് നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോഴത്തേക്കും എല്ലാവരും നല്ല ടയേർഡായി. ആ ഒരു ടൈം ആയല്ലോ, ഒന്ന് കിടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നേരെ വീട്ടിലോട്ട് പോയി. നമ്മുടെ അടുത്തുള്ളൊരു സ്ഥലം തന്നെ ആയതുകൊണ്ട് വേഗം വീട്ടിലെത്തി കേട്ടോ. അങ്ങനെ റിട്ടേൺ വീട്ടിലെത്തി ഇനി നേരെ കിടക്കട്ടെ കേട്ടോ. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.